മനശ്ശേരിയുടെ വരിക്കാശ്ശേരി മന. ഞങ്ങളുടെ തറവാട്ടിൽ 3 ദിവസത്തെ പൂജ നടക്കുകയാ. തറവാട്ടിലെ എല്ലാ അംഗങ്ങളുടെയും സാന്നിധ്യം അത്യാവശ്യമാണെന്നാണ് മുഖ്യതന്ത്രി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ 2005-ൽ 3 ദിവസത്തെ ലീവ് എടുത്ത് ഞാനും മനശ്ശേരിയിൽ എൻ്റെ നാട്ടിലെത്തി. ദീപവും ധൂപവും പ്രസാദവും മന്ത്രധ്വനിയുമൊക്കെയായി കഴിഞ്ഞ ആ നല്ല ദിവസങ്ങൾ ഇന്നും മനസ്സിൽ ജ്വലിച്ചു നിൽക്കുന്നു. അതിനിടയ്ക്ക് ഒരു ദിവസം നമുക്കൊന്ന് വരിക്കാശ്ശേരി മന വരെ പോയിട്ട് വരാമെന്ന് ഹരി, എൻ്റെ ഇളയ അനിയൻ, പറഞ്ഞു. എൻ്റെ പേരക്കുട്ടികളും കൂടെ വരുവാൻ തയ്യാർ. തറവാട്ടിലെ മറ്റംഗങ്ങളുമായും നാട്ടിലെ അന്തരീക്ഷവുമായും അവർ കൂടുതൽ അടുത്ത് നാളുകളാണവ. ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ച മനക്കലെ സ്കൂളും, അതായത് ഇന്നത്തെ സരസ്വതി വിലാസം ലോവർ പ്രൈമറി സ്കൂൾ, ഞങ്ങളുടെ തട്ടകത്തിലെ ദേവിയായ കിള്ളിമുത്തിയുടെ കാവും കഴിഞ്ഞ് പഞ്ചായത്ത് റോഡിൽ കൂടി കാറോടുകയാണ്. റോഡിന്റെ 2 വശത്തും നീണ്ടു പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളാണ്. കൊയ്ത്ത് കഴിഞ്ഞ കാലം. ദൂരെ നിന്ന് നോക്കുമ്പോൾ കതിര് മുറിച്ചെടുത്ത നെൽക്കുറ്റികൾ പാതി വളർച്ച നരച്ച താടിയെപ്പോലെ തന്നെ. റോഡിന്റെ പടിഞ്ഞാറ് വശത്ത് ഒരു ചെറിയ തോടുണ്ട്. തോട് കിടന്ന് പാടത്തേക്ക് ഇറങ്ങാൻ ഒരു ചെറിയ പാലം കിടക്കണം. പാലം കടന്ന നീണ്ട പാടം മുഴുവൻ നടന്നാണ് ഞങ്ങൾ മനശ്ശേരിയിലുള്ള കുട്ടികൾ വാണിയളംകുളം സ്കൂളിൽ പഠിക്കാൻ പോയത്. ഇത്രയും ദൂരം നടന്നാണോ അമ്മമ്മ അന്നത്തെ കാലത്ത് സ്കൂളിൽ പോയിരുന്നത്? പേരക്കുട്ടികൾക്ക് അത്ഭുതം. അതിൻ്റെ രസം അവർക്കൊരിക്കലും അനുഭവിക്കുവാൻ കഴിയില്ലല്ലോ എന്നാണ് എൻ്റെ സങ്കടം. പ്രകൃതിയുമായി ഇഴകിച്ചേർന്ന നല്ല ദിവസങ്ങൾ. ചില ദിവസങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ തോട്ടിലെ വെള്ളത്തിൽ ആന കിടക്കുന്നുണ്ടായിരിക്കും. വരിക്കാശ്ശേരിയിലെ കുട്ടികൃഷ്ണനാന. പൊയ്ക്കൊള്ളിൻ കുട്ടിയോളെ ചകിരിത്തൊണ്ടുകൊണ്ട് ആനയുടെ ദേഹയ്ക്കൊരിക്കുന്നതിനിലെ തലപൊക്കാതെ ആനപ്പാപ്പാൻ പറയും. പക്ഷേ കമാനത്തിന് തൊട്ടു താഴെ ആന കിടക്കുമ്പോൾ സ്വതവേ ഭീരുകളായ ഞങ്ങൾ കുട്ടികൾക്ക് പാടത്തേക്ക് ഇറങ്ങുവാൻ ഭയമായിരുന്നു. ധൈര്യത്തിന് ഹനുമാനെ പ്രത്യേകം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കാമാനത്തിന് മുകളിൽ കൂടി ഒരു ഓട്ടമാണ്. ഏതാണ്ട് 1 നാഴികയോളം നീണ്ടുകിടക്കുന്ന ആ നെൽപ്പാടങ്ങൾ സ്കൂളിൽ പോകുന്നതും വരുന്നതുമായ സമയത്ത് ഞങ്ങളുടെ മാത്രം ലോകമായിരുന്നു. സ്കൂൾ തുറക്കുന്ന ജൂൺ മാസവും ദിവസവും മഴയായിരിക്കും. പാടങ്ങൾ പച്ചപ്പടഞ്ഞ് നിൽക്കുന്ന കാലം. മഴയും കാറ്റും പരസ്പരം കൂടുതൽ സ്നേഹിച്ച് കൈകോർത്തു നടക്കുന്ന അപൂർവം ചില ദിവസങ്ങളിൽ കൂടെ പറന്ന് ചേറു നിറഞ്ഞ പാടത്തിന്റെ നടുവിലെത്തും. ഓടിപ്പോയി അതെടുത്തു കൊണ്ടുവന്ന പാടത്തെ വെള്ളത്തിൽ തന്നെ കഴുകി വീണ്ടും കടപിടിച്ച് നടക്കുന്നതുമൊക്കെ ഇന്നും ഓർത്തിച്ചിരിക്കുന്ന രംഗങ്ങളാണ്. പാടത്തിന് ഇടയ്ക്കുള്ള, അതായത് കഴായി കഴകളൊക്കെ ചാടിക്കടന്ന് ഇടയ്ക്ക് മുൺറോണ്ട കുളത്തിലെ താമരപ്പൂക്കളിൽ എത്തി നോക്കി കൂട്ടുകാരുമൊത്ത് കളിച്ചും ചിരിച്ചുമുള്ള നടത്തം ഓർക്കുമ്പോൾ മനസ്സിന്നും ഒരു പൂമ്പാറ്റയായി മാറും. ഒരു ദിവസം മുൺറോട്ട് കുളിക്കടവിൽ കുറച്ച് ആളുകൾ കൂടി നിൽക്കുന്നു. ഞങ്ങളും പുറകിൽ നിന്ന് കുളത്തിലേക്ക് എത്തി നോക്കി. താമരപ്പൂക്കൾക്കും ഇലകൾക്കും അപ്പുറം ഒരു സ്ത്രീയുടെ ശവശരീരം. 1-2 കുട്ടികൾ അറിയാതെ അയ്യോ എന്ന് നിലവിളിച്ചു പോയി. ഓടിൻകുട്ടിയോടെ എന്നൊരു കനത്ത ശബ്ദം. ഞങ്ങൾ സ്കൂൾ വഴിയിലേക്ക് തിരിച്ചു നടക്കും. കുട്ടികൾ അറിയേണ്ടാത്ത എന്തോ കാര്യമാണെന്ന് മാത്രം മനസ്സിലായി. വൈകുന്നേരം സ്കൂൾ വിട്ടു വരുമ്പോൾ ചീർത്തു വീർത്ത ശരീരം ഒരു പായയിൽ വരിഞ്ഞു കെട്ടി റോഡരികിൽ കിടത്തിയിരുന്നു. കാവലിനൊരു പോലീസുകാരനോ. വൈകുന്നേരത്തെ ഈ രംഗവും കൂടി കണ്ടതോടെ ഞങ്ങളിൽ മുതിർന്ന ആളായ രാധയെടുത്തി പറഞ്ഞു തുടങ്ങി. ആരുടെയോ ചതിയിൽപ്പെട്ട് ഗർഭം ധരിച്ച സ്ത്രീ ആത്മഹത്യ ചെയ്തതാണത്രേ. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും അകാരണമായ ഭീതിയും ദുഃഖവും കൊണ്ട് വിങ്ങിപ്പൊട്ടിയ ദിവസമായിരുന്നു അത്. രാത്രി ദുസ്വപ്നങ്ങൾ കണ്ട് ഞാൻ ഉറക്കെ കരഞ്ഞുപോയി എന്ന് പിറ്റേന്ന് രാവിലെ അമ്മ പറഞ്ഞു. മുഷിഞ്ഞു നാറിയ സമൂഹ മനസ്ഥിതിയുടെ ഒരു ചെറു പ്രതിഫലനം മാത്രമായിരുന്നു അതെന്ന് ഇന്ന് മനസ്സിലാവുന്നു. ഏതായാലും അതിനുശേഷം ഞങ്ങൾ കുട്ടികൾ മുൺറോട്ട് കുളത്തിലെ താമരപ്പൂക്കളെ എത്തി നോക്കാറില്ല. മനശ്ശേരി എൻ്റെ കൊച്ചു ഗ്രാമം. ഒറ്റപ്പാലത്തിനും ഷൊർണൂറിനും ഇടയ്ക്കുള്ള മനശ്ശേരി വരിക്കാശ്ശേരി മന നിൽക്കുന്ന സ്ഥലമാണ്. ഇതൊരു തനി നാടൻ ഗ്രാമമാണ്. വള്ളുവനാടിൻ്റെ ഒരു നാനോഴ പതിപ്പ്. ഞങ്ങളുടെ കുട്ടിക്കാലം ഇന്നാട്ടിലെ നിഷ്കളങ്കരായ ഗ്രാമീണരുടെ കൂട്ടായ്മയുടെ വസന്തകാലമായിരുന്നു എന്ന് പറയാം. ദേശദേവതയായ കിളിക്കാവ് ഭഗവതിക്കുള്ള പൂരം നാട്ടുകാരുടെ ഏറ്റവും വലിയ ഉത്സവമാണ്. പൂരത്തിന് മുൻപ് 7 ദിവസം കൂത്താണ്. 7 ദിവസങ്ങളിലായുള്ള ഈ തോൽപ്പാവക്കൂത്തിനിടയ്ക്ക് കമ്പരാമായണം കഥ മുഴുവൻ ചുരുളഴി. കടുത്ത വേനലിൽ വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ വെന്തുരുകി കഴിയുന്നതിൽ നിന്നും നാട്ടുകാർക്കൊരാശ്വാസം. പക്ഷെ ഇന്നത്തെ സ്ഥിതി വളരെ കഷ്ടമാണ്. കൂത്തുമാട്ടത്തിൽ വലിച്ചു കെട്ടിയ ആയപ്പുടവിയിൽ
സീതാരാമ കല്യാണവും സീതാപഹരണവും ദശമുഖനായ രാവണന്റെ വരവും ശ്രീരാമ രാവണ യുദ്ധവും എല്ലാം നടക്കുന്നുണ്ടെങ്കിലും സദസ്സ് ശൂന്യം. ഏതാണ്ട് 2000 കൊല്ലത്തോളം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്ന ഈ ക്ഷേത്രാനുഷ്ഠാന കലയോട് ഞങ്ങളുടെ നാട്ടുകാർ കാണിക്കുന്ന ഈ അനാദരവ് വിചിത്രം തന്നെ. കഥാപാത്രങ്ങൾ വേദിയിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടുത്തിയിട്ടില്ലോ എന്ന വർഷവും ഓരോ കഥ തന്നെ ആവർത്തിക്കുമ്പോൾ പുതുമ നഷ്ടപ്പെടുന്നതായുമോ ആയിരിക്കാൻ കാരണമെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. മനിശ്ശേരിയുടെ അയൽപ്പക്കമായ കൂനുത്തറയിലെ കവളപ്പറവ് സംഘത്തിന്റെ തലവനായിരുന്നു കൃഷ്ണൻകുട്ടി പുലവരും മകൻ രാമചന്ദ്ര പുലവരും. അന്യം നിന്ന് പോയിക്കൊണ്ടിരുന്ന ഈ അനുഷ്ഠാന കലയെ പുനരുജ്ജീവിപ്പിക്കുവാൻ ജീവിത സഫര്യമായി ഏറ്റെടുത്തിരിക്കുകയാണ്. മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലെ ദേവീ ക്ഷേത്രങ്ങളിലൂടെയാണ് തോൽപ്പാക്കൂത്ത് ക്ഷേത്രാനുഷ്ഠാനത്തിനായി വളർന്നത്. രാമായണ കഥ മാത്രം തോൽപ്പാവാക്കൂത്തായി അവതരിപ്പിക്കപ്പെടുന്നതിനെ സംബന്ധിച്ചും ഒരു ഐതിഹ്യമുണ്ട്. പരമശിവന്റെ ജടയിൽ നിന്ന് ഭദ്രകാളി സൃഷ്ടിക്കപ്പെട്ടത് ഒരു പ്രത്യേക ദൗത്യം നിറവേറ്റുവാനായിരുന്നു. ദാരികവധം കഴിഞ്ഞ് ദേവി എത്തിയപ്പോഴേക്കും രാമരാവണ യുദ്ധവും ശ്രീരാമ പട്ടാഭിഷേകവും മറ്റും നടന്നു കഴിഞ്ഞിരുന്നു. ഇതൊന്നും കാണുവാൻ പറ്റാത്തതിലുള്ള ദേവിയുടെ ഖേദമകറ്റുവാൻ ചില ക്ഷേത്രങ്ങളിൽ കുടിയിരുത്തി ദേവിയുടെ മുൻപിൽ രാമായണ കഥ നിഴലിൽ നാടകരൂപത്തിൽ അവതരിപ്പിക്കാമെന്ന് പരമശിവൻ അരുളി ചെയ്തു അത്രേ. സന്ധ്യാസമയത്തെ ദീപാരാധന കഴിഞ്ഞാൽ വാദ്യാഘോഷങ്ങളുടെ കൂത്തുമാടൻ കൊട്ടുമറ്റയായി. നാളികേരം പകുതി വെട്ടി അതിൽ എണ്ണയൊഴിച്ച് തിരികൾ കത്തിച്ചാണ് ദീപങ്ങൾ പ്രകാശിപ്പിക്കുന്നത്. ഈ 21 വിളക്കുകളും പുലരുവേളും കത്തിക്കൊണ്ടേയിരിക്കും. ഈ ദീപങ്ങളുടെ പ്രഭയാണ് തോൽപ്പാവകളുടെ നിഴലുകളെ സൃഷ്ടിക്കുന്നത്. ഉച്ചത്തിലുള്ള ഗുരുവന്ദനവും വാദ്യാഘോഷവുമൊക്കെയുമായി തുടങ്ങുന്ന ഈ കൂത്ത് പുലരുവോളം നിർത്താതെ തുടരുമെങ്കിലും കാണികൾ പലരും ഇടയ്ക്കിടെ ഇറങ്ങിപ്പോകും. ചിലർ ഉറങ്ങിയും പോകും. ബാലി സുഗ്രീവ യുദ്ധം, രാമരാവണ യുദ്ധം മറ്റും നടക്കുമ്പോൾ ഉറക്കെ കേൾക്കുന്ന സപ്പേയ് സപ്പേയ് വിളികൾ കേട്ടാണ് മിക്കവരും ഉണരുക. രാത്രിയിലുള്ള ഈ കൂത്തിനേക്കാൾ ഞങ്ങൾക്ക് കുട്ടികൾക്ക് ഇഷ്ടം ഈ 7 പകലുകളും വീടുകൾ കയറിയിറങ്ങുന്ന പൂതന്മാരുടെ കളിയാണ്. മിന്നിത്തിളങ്ങുന്ന കണ്ണാടി പൊട്ടുകൾ പതിച്ച വർണ്ണശമ്പളമായ വലിയ മുഖംമൂടികളും നീണ്ട പീലി തിരുമുടിയും കാലിൽ കനത്ത ചിലങ്കകളും ധരിച്ച വള്ളുവനാടൻ പൂതങ്ങൾ ശരിക്കും ഒരു കാഴ്ച തന്നെയാണ്. തിറകളാകട്ടെ ഭഗവതിയുടെ വിഗ്രഹരൂപം കുത്തിവെച്ച അർദ്ധവൃത്താകൃതിയിൽ മരപ്പലക കൊണ്ടുണ്ടാക്കുന്ന കനമേറിയ തിടമ്പ്. 2 വശത്തും ഞാത്തി കിട്ടിയ നേരിയതുകളുടെ സഹായതകളുടെ വീഴാതെ തലയിൽ നിർത്തും. അസാമാന്യമായ മെയ്വഴക്കത്തോടെ വളരെ ഗൗരവത്തോടും ഭക്തിയോടും കൂടിയാണ് അവർ കുളിക്കുക. അവരുടെ വസ്ത്രങ്ങളോ അലക്കിത്തേച്ച തൂവെള്ള മുണ്ടുകൾ, മേൽവസ്ത്രമില്ലാതെ തന്നെ മഞ്ഞളും മരച്ചാന്തം ചേർത്ത മുഖത്തും ശരീരത്തിലും തിറവേഷങ്ങൾ അണിയും. കഴുത്തിൽ പൂമാലേ, അധികവും വെളുത്ത അരളിപ്പൂക്കളുടെ മാലയായിരിക്കും. പൂതന്മാർ കുറച്ച് കുസൃതികളൊക്കെ കാണിക്കും. പൂര ദിവസം അതിരാവിലെ പുത്തന്മാരും തിറകളും ഭഗവതിയെ തൊഴുത് വരികാശ്ശേരി മനയിൽ കളിച്ച് നാട്ടിലെ പ്രധാന വീട്ടുകളിലൊക്കെ കളിക്കും. ഉച്ചയ്ക്ക് 2 മണിയോടെ പൂരപ്പറമ്പിലെത്തി ഭഗവതിയുടെ മുൻപിൽ 5 മണിവരെ പൂതൻ തിറമാർ തുടിയുന്തോറും പഴയന്തോറും താളത്തിനൊപ്പിച്ച് നൃത്തം ചെയ്യുന്നത് കാണുവാൻ പൂരപ്പറമ്പിൽ ആൾക്കാർ നിറഞ്ഞിരിക്കും. ദേശത്തിന്റെ പല ഭാഗത്തു നിന്നും വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടും ആർഭാടത്തോടുകൂടി എതിർക്കുന്ന കാളകളും ഉച്ചപ്പൂരത്തിന് ഒരു ഉത്സവലഹരി പകരുന്നു. കുട്ടികൾ കാണുന്ന പകൽപ്പൂരം അധികവും ഇതാണ്. പൂതൻ തിറയുടെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് ഓർമ്മിക്കുന്നുണ്ടാവും. പക്ഷേ കൊച്ചുകുട്ടികളെ ഇടയ്ക്കൊക്കെ ചിലങ്കകൾ ചലിപ്പിച്ചും പ്രത്യേക ശബ്ദമുണ്ടാക്കിയും ചെറുതായി ഒന്ന് പേടിപ്പിക്കുകയും പിന്നീട് കയ്യിലുള്ള ചെറുവടി കൊണ്ട് വൃത്താകൃതിയിലുള്ള തട്ടത്തിൽ കുട്ടിയും ആംഗ്യം കാണിച്ചും പൈസയും വസ്ത്രവുമൊക്കെ ചോദിച്ചും ഇടയ്ക്ക് മുഖം മൂടിയൊന്ന് മാറ്റിക്കൊടുത്തും കുഞ്ഞുങ്ങളുടെ കൂട്ടുകാരാകാമെന്ന് പറഞ്ഞും നടക്കുന്നവരാണ് ഈ പൂതന്മാർ. ഏതോ ഒരു പ്രത്യേക ലോകത്തിൽ നിന്നും സസ്നേഹം തങ്ങളുടെ നാട്ടിലെത്തപ്പെട്ട അതീവ വശീകരണ ശക്തിയുള്ള ഈ കഥാപാത്രങ്ങളെ കുട്ടികൾ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. എത്ര വയസ്സായാലും മറക്കുകയുമില്ല. പൂരമെന്ന് വള്ളുവനാട്ടുകാരുടെ ഗ്രഹത്താദരത്തിൻ്റെ ഒരു വിള്ളിയായി നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇതുതന്നെയായിരിക്കും. ആനപ്പൂരവും പഞ്ചവാദ്യവും തായമ്പകവും മറ്റും ആസ്വദിക്കുവാൻ തുടങ്ങുന്നതിന് കുറച്ചുകൂടി പ്രായമാകുമ്പോൾ മാത്രമാണ് അങ്ങനെ രാത്രി മുഴുവൻ കലാപരിപാടികളുമായി പൂരരാത്രി അവസാനിക്കുമ്പോൾ കലാശക്കൊട്ടായി വെടിക്കെട്ടും. മേടമാസത്തിലെ ഈ പൂരം ഉത്സവം കഴിഞ്ഞാൽ മനുശ്ശേരി പിന്നെ ശാന്തമാണ്. നെല്ലും പച്ചക്കറികളും മറ്റും കൃഷി ചെയ്ത് അടുത്ത കൊല്ലത്തെ ശിവരാത്രിക്കും വീണ്ടും വരുന്ന മേടപ്പൂരത്തിനുമായി അവർ കാത്തിരിക്കും. വരിക്കാശ്ശേരി മനയിലെ നാടകം. മനുശ്ശേരിക്കാർ ശിവരാത്രിക്ക് ഉറക്കമൊഴിക്കുന്നത് നാട്ടുകാരുടെയും അവരുടെ കുട്ടികളുടെയും കലാപ്രകടനങ്ങൾ കണ്ടുകൊണ്ടാണ്. ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ അങ്ങനെ 2-3 ശിവരാത്രി കാലങ്ങളിൽ പ്രത്യേകം മാസ്റ്ററെ വെച്ച് പഠിപ്പിച്ചെടുത്ത സംഗീത നാടകങ്ങൾ അവതരിപ്പിച്ചിരുന്നു.
ഒരു വർഷം ശിവരാത്രി ദിവസം സംഗീത നാടകം അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വരിക്കാശ്ശേരി മനയിൽ പോയി നാടകം കളിക്കാമെന്നൊരു പ്രത്യേക ക്ഷണം ലഭിച്ചു. അവിടുത്തെ ആൾക്കാർ സാധാരണക്കാരുടെ ഇടയിലേക്ക് വരാറില്ലെന്നും അതുകൊണ്ട് അവർക്കായി മാത്രം പ്രത്യേകം കളിക്കണമെന്നുമായിരുന്നു ആവശ്യം. ഒരേ നാടകം വീണ്ടും കളിക്കുന്നതിന് ഞങ്ങൾ കുട്ടികൾക്ക് തീരെ താല്പര്യം തോന്നിയില്ല. പക്ഷെ മാസ്റ്റർക്ക്, അതായത് കണ്ണിയാമ്പുറത്തെ തെക്കുംമുറി പരമേശ്വരൻ നായർക്ക് വളരെ സന്തോഷവും അഭിമാനവും തോന്നി. ഓരോരുത്തരോട് നന്നായി കളിക്കണം, ബോഷാവണം എന്നൊക്കെ പ്രത്യേകം പറഞ്ഞിരുന്നു. എനിക്കിന്ന് 9 വയസ്സാണ്. ഊണൂലും കുടമടയും ധരിച്ച വലിയ തമ്പുരാനാണ് ഒരു മല്ലുമുണ്ട് സമ്മാനമായി നൽകിയത്. കാര്യസ്ഥനാണ് കൈ തൊടാതെ ഓരോരുത്തർക്കുമുള്ള മുണ്ടുകൾ തമ്പുരാനെ ഏൽപ്പിക്കുന്നത്. സത്യവാൻ സാവിത്രി സംഗീത നാടകം അവതരിപ്പിച്ചതിന് ഞങ്ങൾ ഓരോരുത്തർക്കുമുള്ള സമ്മാനമാണ് ഓരോ മല്ലമുണ്ട്. വാസ്തവത്തിൽ നാടകം കാണുവാൻ സദസ്സിൽ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. കാവിൽ നാടകം അവതരിപ്പിക്കുമ്പോൾ അവിടെ നിറയെ കാണികളുണ്ടായിരിക്കും. മനക്കിലെ തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരും അകത്ത് നിന്നെല്ലാം കാണുന്നുണ്ട് എന്നായിരുന്നു ആരോ തന്ന വിശദീകരണം. മുന്നിൽ കാണുന്ന ഈ വലിയ കെട്ടിടങ്ങളുടെ അകത്തുള്ള അദൃശ്യരായ മനുഷ്യരെ ഒന്ന് നേരിൽ കണ്ടുകൂടി? അതൊന്നും പാടില്ല. അവരൊക്കെ തമ്പുരാന്മാരും തമ്പുരാട്ടിമാരുമൊക്കെയാണ്. ആരാണ് പറഞ്ഞതെന്നൊന്നും ഇപ്പോൾ ഓർമ്മയില്ല. പക്ഷേ മനുഷ്യരെ തമ്മിൽ കാണുവാൻ പോലും അനുവദിക്കാതെ വേർതിരിച്ചു നിർത്തുന്ന ഈ സമ്പ്രദായം ഒരു ചോദ്യചിഹ്നമായി മനസ്സിൽ കിടന്നു. ഇതിനിടയ്ക്ക് മനയുടെ ഗേറ്റ് കടന്ന് ഞങ്ങളുടെ കാർ വിശാലമായ മുറ്റത്തെത്തി നിന്നു. കുഞ്ഞുനാളിലെ ഓർമ്മകളിൽ കുടുങ്ങിപ്പോയിരുന്ന മനസ്സുമുണർന്നു. ഇപ്പോൾ ഏത് തമ്പുരാനാണ് ഇവിടെ താമസിക്കുന്നതെന്നറിയുവാൻ ചോദിച്ചപ്പോഴാണ് ഹരി പറഞ്ഞത്, വരിക്കാശ്ശേരി ഇല്ലത്തെ ഭാഗം വെക്കലൊക്കെ കഴിഞ്ഞ് തമ്പുരാക്കന്മാരും കുടുംബവും വെവ്വേറെ വീടുകളിലാണ് താമസിക്കുന്നത്. 2004 തൊട്ട് ഈ മനയിൽ അവരാരും തന്നെ താമസിക്കുന്നില്ല. 3 തമ്പുരാക്കന്മാർ, അതായത് കാവു തമ്പുരാനും കുഞ്ഞിക്കാവു തമ്പുരാനും കുഞ്ഞനുജൻ തമ്പുരാനും അവരുടെ ഓഹരി വാങ്ങിയിട്ടില്ല. ബാക്കിയുള്ളവർ ഓഹരികൾ വാങ്ങി ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുകയാണ്. ട്രസ്റ്റ് ആയതിനു ശേഷം മനയുടെ അറ്റകുറ്റപ്പണികളിൽ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിത്യപൂജ നടക്കുന്നുണ്ട്. മനയുടെ അത്യാവശ്യ കാര്യങ്ങൾ നോക്കി നടത്തുവാൻ ഒരാളെയും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഈ മനയെപ്പോൾ സിനിമാ ഷൂട്ടിങ്ങിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത്ര വലിയൊരു മനയുടെ സംരക്ഷണം ഒരു ബാധ്യതയായി മാറിയപ്പോൾ 2 നമ്പൂതിരിപ്പാടിമാരും കുടുംബങ്ങളും താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ വരിക്കാശ്ശേരി മനയുടെ 4 കെട്ടും 10 ആയപ്പുരകളും സിനിമാ ഷൂട്ടിങ്ങിനായി വാടകയ്ക്ക് കൊടുക്കുവാൻ തുടങ്ങി. മങ്കട രവിവർമ്മയായിരുന്നു അത്രേ പൂമുള്ളി 6-ാം തമ്പുരാന്റെ ശിപാർശക്കാത്തുമായി ആദ്യമെത്തിയത്. പിന്നീടങ്ങോട്ട് മലയാളം സിനിമ വരിക്കാശ്ശേരി മനയെ സ്വന്തമാക്കിയിരിക്കുകയാണ്. മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും മറ്റും താരങ്ങളുടേതുമായി എത്രയെത്ര സിനിമകൾ. അതെ, മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരുപാട് ഇഷ്ട കഥാപാത്രങ്ങളുടെ തറവാട്ടു വീടായി നിങ്ങൾക്ക് സുപരിചിതമായ മനയാണിത്. ഞങ്ങളുടെ നാട്ടിലെ വരിക്കാശ്ശേരി മന. ആധാരങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ തെക്കേടുത്തുമന, വടക്കേടുത്തുമന എന്നിങ്ങനെ വരിക്കാശ്ശേരി മനയ്ക്ക് ശരിക്കുമുള്ള പേര് വരിക്കാമഞ്ചേരിയാണെന്നത്രേ. ഒരു സ്ത്രീ മാത്രമായി അന്യം നിന്ന മനശ്ശേരി മനയും ഈ മനയിൽ ലയിച്ചിട്ടുണ്ട്. സംഗീത നാടകം അവതരിപ്പിക്കുവാൻ ഒരിക്കൽ പോയതല്ലാതെ പിന്നീട് ഒരിക്കലും ഞാൻ ഈ മനയിലേക്ക് പോയിട്ടില്ല. ഞങ്ങളുടെ നിത്യജീവിതത്തിലേക്ക് ഒരിക്കലും കടന്നു വന്നിട്ടില്ലെങ്കിലും സാധാരണക്കാരനല്ലാത്ത ഒരു കൂട്ടം മനുഷ്യർ ആ വലിയ മനയിൽ ഞങ്ങൾക്കൊക്കെ അദൃശ്യരായി താമസിക്കുന്നുണ്ടെന്ന് ചിന്ത മനസ്സിലുണ്ടായിരുന്നു. ഷൊർണൂർ ഒറ്റപ്പാലം റോഡിൽ നിന്ന് മനക്കിലെ റോഡിലേക്ക് തിരിയുമ്പോൾ തന്നെ ഒരു ആനച്ചങ്ങല കൊണ്ട് റോഡ് ബന്ധിച്ചിരിക്കുന്നത് കാണാം. മനക്കിലെ ഗേറ്റിലെത്തിയാലോ കാവലിനായ ഒരു ഗൂർഖയും. മനശ്ശേരിക്കാർ ഗൂർഖയെ കാണുന്നത് തന്നെ ആദ്യമായിട്ടായിരുന്നു. വിവാഹവും ഉദ്യോഗവുമൊക്കെ ആയിട്ട് എൻ്റെ 20-ാം വയസ്സിൽ ഞാൻ മനശ്ശേരിയിലെ സ്ഥിരതാമസം വിട്ടു. ഇടയ്ക്കിടെ നാട്ടിൽ പോകാറുണ്ടെങ്കിലും അപ്പോൾ കേൾക്കാറുണ്ടായിരുന്നതിലധികവും മനയുടെ പതന കഥകളായിരുന്നു. വീണ്ടും 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ വർഷങ്ങളിൽ വരിക്കാശ്ശേരിയുടെ പ്രശസ്തി കേട്ടു തുടങ്ങി. കേൾക്കുക മാത്രമല്ല, ഇടയ്ക്കിടെ സിനിമാ തിയേറ്ററുകളിലും TV-യിലുമായി ബാല്യകാലത്തെ ഓർമ്മകളിലെ മന പ്രത്യക്ഷപ്പെടുവാനും തുടങ്ങി. പക്ഷേ ഞങ്ങളുടെ നാട്ടിലെ പ്രഭുക്കന്മാരും നാട്ടുകാരുടെ തമ്പുരാക്കന്മാരും എന്ന് വിളിച്ചു വരുന്നതുമായ വരിക്കാശ്ശേരി ഇല്ലത്തെ നമ്പൂതിരന്മാരുടെ ജീവിതരംഗമായിരുന്നിടം ഇന്ന് അഭിനയത്തിൻ്റെ കേളീരംഗമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ അദൃശ്യ കഥാപാത്രങ്ങളെപ്പറ്റിയും മനയെപ്പറ്റിയും കൂടുതൽ അറിയുവാനുള്ള ഒരു കൗതുകം തോന്നിയിരുന്നു. തുടരും.